അല്ലാഹുവിന്റെ ഹബീബ് വീണ്ടും പഠിപ്പിക്കുകയാണ്, അദ്ദിബൂ ഔലാദക്കും അലാ സലാസി ഖിസാൽ. നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ നൽകേണ്ട അദബ് 3 അടിത്തറയിലായിരിക്കണോ. ആ മക്കളിലേക്ക് നിങ്ങൾ അദബ് നൽകേണ്ടത് 3 കാര്യങ്ങളിലായിരിക്കണോ. അദ്ദിബൂ ഔലാദക്കും അലാ സലാസി ഖിസാൽ. 3 കാര്യങ്ങളെ കൊണ്ട് മക്കൾക്ക് നിങ്ങൾ അദബ് നൽകുക. ഒന്നാമതായി അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന അദബിന്റെ അടിയാധാരം ഏതാണ്? ഹുബ്ബി നബിയിക്കും, നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ മഹബ്ബത്ത് കൊടുക്കല. ആരോടുള്ള മഹബ്ബത്താണ് നിങ്ങളെ മക്കളിലേക്ക് നിങ്ങൾ നൽകേണ്ടത്? ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അദബ മഹബ്ബത്താണ് നിങ്ങളെ മക്കളിലേക്ക് നൽകേണ്ടത്. ആധുനിക മുസ്ലിമീങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവിടെയാണ്. വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറ അവർക്ക് സമ്മാനമായി കിട്ടിയ മൊബൈലുകളിലൂടെ, പിതാവ് സംവിധാനിച്ചു കൊടുത്ത നെറ്റ് കണക്ഷനിലൂടെ ആ മക്കൾ അവരുടെ സോഷ്യൽ മീഡിയകളിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും പകർത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? പ്രണയത്തിന്റെ കഥകളാണ്, സിനിമ സീരിയലുകളാണ്. കാഞ്ചനമാല എന്ന് പറയുന്ന അമുസ്ലിമത്തായ പെണ്ണിനെ കൊതിച്ച, ജീവിതം മുഴുക്കയും ആ അമുസ്ലിമായ കാഞ്ചനമാലയ്ക്ക് വേണ്ടി ജീവിതം പണയപ്പെടുത്തി ജീവിച്ച മൊയ്തീൻ എന്ന് പറയുന്ന മുസ്ലിം ചെറുപ്പക്കാരന്റെ ഭാവനാവിലാസങ്ങൾ എഴുതി വച്ച കഥകളാണ്. എന്റെ മൊയ്തീൻ എന്ന പേരിൽ ആടിത്തിമർക്കുന്ന സിനിമ ആഭാസങ്ങള്, പ്രേമമെന്ന പേരിൽ പ്രബുദ്ധ മലയാളികൾക്കിടയിൽ സംസ്കാര സാഹിത്യത്തിന്റെ കഥ പറഞ്ഞു കൊണ്ടുവരുന്ന വൃത്തികേടുകള്, അതുപോലെ പട്ടുറുമാലിന്റെ കഥകൾ പറഞ്ഞ് ഇന്നലകളിൽ ഈ ഉമ്മത്തിന്റെ വീര്യം പകർന്നുകൊടുത്ത മാപ്പിളപ്പാട്ടുകള് വൃത്തികേടിന്റെ ആഭാസങ്ങളായി ആടിത്തിമർക്കുമ്പോ മാപ്പിളപ്പാട്ടിന്റെ പേരിൽ വളർന്നു വരുന്ന നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകുന്നത് എന്താണ്? പ്രണയത്തിന്റെ കഥകളാണ്, പ്രണയ നൈരാശ്യങ്ങളാണ്. ഭാവനാവിലാസങ്ങളിലൂടെ ഒരു സാഹിത്യ വൈകൃതത്തിന്റെ ഹൃത്തടങ്ങളിൽ വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകള് വളർന്നു വരുന്ന സാമൂഹിക മാധ്യമങ്ങളിലെ അഡിക്റ്റായി പോയ വിദ്യാർത്ഥികളിലേക്ക് നമ്മൾ കൈമാറുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് വളർന്നു വരുന്ന മുസ്ലിം യുവതയുടെ മനസ്സുകളിൽ നിന്ന് നഷ്ടപ്പെട്ടിടത്താണ് സംസ്കാരം തകർക്കപ്പെട്ട മുസ്ലിം യുവാക്കളുണ്ടായത്, വിശ്വാസം പിഴുതുമാറ്റപ്പെട്ട മുസ്ലിം പെൺകുട്ടികളുണ്ടായത്. ഞാൻ ഓർക്കുകയാണ്, ഈ അടുത്ത ദിവസം ഒരു ഡോക്ടർ തന്റെ അനുഭവം പങ്കുവെച്ച് സോഷ്യൽ മീഡിയയിൽ പുറത്തുവിട്ട ഒരു ക്ലിപ്പ്. എന്താണ് ആ ഡോക്ടർ പറയുന്നത്? ഈ അടുത്ത കാലത്ത് കണ്ണൂർ ജില്ലയില് ഒരു പെൺകുട്ടിയതാ മുസ്ലിം ചെറുപ്പക്കാരന്റെ കൂടെ ഒളിച്ചോടുകയാ. ഒളിച്ചോടിപ്പോകുന്ന പെൺകുട്ടിയെ നോക്കിക്കൊണ്ട് രജിസ്റ്റർ ഓഫീസിന്റെ മുന്നില് അവിടെ തടിച്ചുകൂടിയ മുഴുവൻ ആളുകളെയും കരയിപ്പിച്ചുകൊണ്ട് തന്റെ ബന്ധുക്കളലമുറയിട്ട് കരയുന്ന അനുഭവം സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ തന്നെയാ അതേ ജില്ലയിൽ മറ്റൊരു മുസ്ലിം ഗ്രാമത്തിലെ ഒരു മുസ്ലിം കുടുംബത്തില് തൊട്ടടുത്തുള്ള മുസ്ലിമായ ചെറുപ്പക്കാരനുമായി ആ വീട്ടിന്റെ ഉള്ളിലെ പെൺകുട്ടി പ്രണയത്തിലാവുകയാ. എങ്ങനെയാ മുസ്ലിം പിതാവേ നിന്റെ പെൺകുട്ടിയെ അയൽവക്കത്ത മുസ്ലിം ചെറുപ്പക്കാരന് കിട്ടിയതാ? എങ്ങനെയാ നിന്റെ പ്രിയപ്പെട്ട മകളെ അയൽവക്കത്തെ മുസ്ലിം ചെറുപ്പക്കാരന് കിട്ടിയതാ? ഒളിച്ചോട്ടങ്ങളും പ്രേമങ്ങളും പ്രണയങ്ങളും മുസ്ലിമായാലും കാഫിറായാലോ ഒരു മുസ്ലിം കുടുംബത്തിന്റെ വീടിന്റെ അകത്തളങ്ങളിൽ ഏതുവരെയാണ് അജ്നബിയായ ആള് വരേണ്ടത്? ഏത് പരിധിവരെയാണ് അമുസ്ലിമും മുസ്ലിമുമായ അന്യപുരുഷൻ വരേണ്ടത്? എന്റെയും നിന്റെയും ജീവിതം നമുക്ക് രൂപപ്പെടുത്തി തന്ന നന്നാക്കി വാർത്തെടുത്ത അല്ലാഹുവിന്റെ ഹബീബ് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ നമ്മുടെ വീടിന്റെ പടി കടന്ന് ഏതുവരെ എത്താമെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നില്ലയോ? എന്നിട്ടും ആ പരിധി വിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരു അന്യപുരുഷൻ കടന്നു വന്നതല്ലേ ഈ ദുരന്തങ്ങളെല്ലാം ആവർത്തിക്കപ്പെടാൻ കാരണമായത്? ആ ഡോക്ടർ തന്റെ അനുഭവം പങ്കുവെക്കുകയാണ്. ആ അമുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ പ്രണയത്തിലായ മുസ്ലിം പെൺകുട്ടി, ആ മുസ്ലിം പെൺകുട്ടിയെ കൗൺസിൽ നടത്താൻ വേണ്ടി ഡോക്ടറുടെ മുന്നിലേക്ക് മാതാപിതാക്കൾ കൊണ്ടുവരുമ്പോ ആ ഡോക്ടർ ആ പെൺകുട്ടിയെ കൗൺസിലിംഗ് നടത്തുകയാ. പരമാവധി ശ്രമിച്ചിട്ടും ആ പ്രേമത്തിന്റെ ഡേഞ്ചറായ അവസ്ഥകളിൽ എത്തിപ്പെട്ടുപോയ ആ മുസ്ലിം പെൺകുട്ടിക്ക് കുലുക്കമില്ല.
അവസാനം ആ ഡോക്ടർ ആ പെൺകുട്ടിയെ പുറത്തേക്ക് മാറ്റി നിർത്തുകയാണ്. ആ പെൺകുട്ടിയോട് ഇന്നലകളിൽ ഇങ്ങനെ ഒളിച്ചോടിപ്പോയ പടിയിറങ്ങിപ്പോയ മുസ്ലിം പെൺകുട്ടികൾക്കുള്ള ദുരന്തം വിവരിക്കുകയാണ്. അതേ കയറുകളിൽ ജീവിതം തകർത്തവരാ, അതുപോലെ വഴിയോരങ്ങളിൽ കൊല ചെയ്യപ്പെട്ട് വലിച്ചെറിയപ്പെട്ടവരാ, സ്വന്തം ജന്മം നൽകിയ മാതാവിന്റെ മുഖത്ത് കരിവാരിത്തെ ചന്യമതക്കാരന്റെ കൂടെ മതം വലിച്ചെറിഞ്ഞൊളിച്ചോടിപ്പോയ പെൺകുട്ടിയാണ്. ചാനൽ ചർച്ചകളിൽ കടന്നു വന്ന് തന്റെ കാമുകനെതിരെ പൊട്ടിക്കരഞ്ഞു പറയുന്നതെന്താ, ഞാൻ ഒരു ഗർഭിണിയാകുന്നത് എന്റെ ഭർത്താവിന് ഇഷ്ടമില്ല, ഞാനൊരു കുഞ്ഞിന് ജന്മം നൽകുന്നത് എന്റെ ഭർത്താവിന്റെ വീട്ടുകാർക്ക് ഇഷ്ടമില്ല. എങ്ങനെയാ പെങ്ങളെ നിനക്കൊരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയുക? 9 മാസത്തിലേറെ കാലം നിന്നെ ഗർഭം ധരിച്ച് വേദന സഹിച്ച് സാഹസികമായി നീയാകുന്ന പൊന്നു കുഞ്ഞിന് നിന്റെ മാതാവ് ജന്മം നൽകിയിട്ട് എത്രത്തോളം സ്നേഹവാത്സല്യങ്ങളോടെയാണ് എന്റെ പെങ്ങളെ നിന്റെ മാതാവ് വാർത്തെടുത്തത്. ആ മാതാവിന്റെ മുഖത്ത് കരിവാരി തേച്ച് കുടുംബം തേടിപ്പോയ നിനക്കെങ്ങനെയാ പെങ്ങളെ ഈ ലോകത്തൊരു കുഞ്ഞിന് ജന്മം നൽകാൻ അർഹതയുണ്ടാകുന്നത്? എങ്ങനെയാ നിനക്ക് പ്രസവവേദന ആസ്വദിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് നിനക്ക് ഗർഭത്തിന്റെ സാഹസികതകളുമായി സംവദിക്കാൻ കഴിയുന്നത്? ചാനൽ ചർച്ചകളിൽ വന്ന് പൊട്ടിക്കരഞ്ഞ് തന്നെ ഗർഭം ധരിക്കാൻ അനുവദിക്കാത്ത, തന്നെ പ്രസവിക്കാൻ അനുവദിക്കാത്ത ഭർത്താവിന്റെ കുടുംബത്തെപ്പറ്റി കഥ പറഞ്ഞ് കരയുന്ന പെൺകുട്ടികളുണ്ട്. എവിടെയോ കുറ്റിക്കാടുകളിൽ തങ്ങളുടെ മുഴുവൻ താൽപര്യങ്ങളും ഉപയോഗപ്പെടുത്തി ചണ്ടിച്ചവറുകളായി വലിച്ചെറിയപ്പെട്ട മുസ്ലിം പെങ്ങന്മാരുണ്ട്. തന്റെ കാമുകന്റെ കൂടെ ജന്മം നൽകിയ പിതാവിനെ വലിച്ചെറിഞ്ഞുപോയി. അവസാനം തന്റെ കാമുകൻ തന്നെ എവിടെയോ തള്ളിവിട്ടുകൊണ്ട് അവസാനം രോഗിയായി ഹോസ്പിറ്റലിൽ മരിച്ചു വീഴുമ്പോ ഏറ്റെടുക്കാൻ ആളുകളില്ലാതെ മോർച്ചറയിൽ അനാഥ മയ്യത്തായി അതപ്പതിക്കുമ്പോ തന്റെ കാമുകൻ തന്നെ വലിച്ചെറിയുമ്പോഴും താൻ വലിച്ചെറിഞ്ഞ തന്റെ പിതാവ് ആ മോർച്ചറയിൽ നിന്ന് തന്റെ ജനാസ ഏറ്റെടുക്കാൻ വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടെ മോർച്ചറിക്ക് മുമ്പിലേക്ക് വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സമൂഹമേ, എങ്ങനെയാണ് ഈ പരാധീനതകളിലേക്ക് ഉമ്മത്തെത്തിപ്പെട്ടത്? അതേ, ഈ ഡോക്ടർ പറയുകയാണ്, ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ ആ മുസ്ലിം പെൺകുട്ടിക്ക് പറഞ്ഞുകൊടുത്തിട്ടും കുലുക്കമില്ല. പ്രേമത്തിന്റെ ഡേഞ്ചറായ തലങ്ങൾ മുഴുവനും പിന്നിട്ടുപോയ പെൺകുട്ടിയെ മാറ്റി നിർത്തിയിട്ട് കുടുംബത്തോട് സംസാരിക്കുന്നു. ആ കുടുംബത്തെ പെൺകുട്ടിയുടെ അരികിലേക്ക് വീണ്ടും തിരിച്ചുവിടുന്നു. ആ പെൺകുട്ടിയുടെ മനസ്സിനിളക്കമില്ല. അവസാനത്തെ ഒരു ശ്രമമെന്ന നിലക്ക് മുസ്ലിം പെൺകുട്ടിയെ ഡോക്ടർ വീണ്ടും തന്റെ അരികിലേക്ക് വിളിക്കുകയാ. എന്നിട്ടതാ ഡോക്ടർ പറയുന്നു, മോളെ, ആ ഡോക്ടർ ആ പെൺകുട്ടിയുമായി സംസാരിക്കുന്നതിനിടയില് മദ്രസ പഠനകാലത്ത് പഠിച്ചു വച്ച അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ഒരു ചെറിയ കണിക പെൺകുട്ടിയുടെ കൽബിലെവിടെയോ കത്തി നിൽക്കുന്നതായി ഡോക്ടർക്ക് മനസ്സിലാകുമ്പോ ഹുബ്ബുൻ നബി എന്ന് പറയുന്ന കൗൺസിലിംഗിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഉപയോഗപ്പെടുത്തി അതേ തന്റെ പ്രേമഭാജനത്തിനു പകരം മറ്റൊരു പ്രേമകാമുകനെ ആ പെൺകുട്ടിയുടെ ഹൃദയത്തിലേക്ക് പതിട്ടിക്കാനുള്ള ശ്രമം ആ ഡോക്ടർ നടത്തുകയാ. അങ്ങനെ ഹൃദയത്തിൽ എവിടെയോ തെളിഞ്ഞു നിൽക്കുന്ന അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ചെറിയ ഒരു മഹബത്തിനെ ഉത്തേജിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ഹുബ്ബ് ആ പെൺകുട്ടിയുടെ ഹൃദയത്തിലേക്ക് അടിച്ചു കയറ്റാൻ വേണ്ടി ഡോക്ടർ ശ്രമിക്കുന്നു. ആ മഹബത്ത് അങ്ങനെ ആ പെൺകുട്ടിയുടെ ഹൃദയത്തിലേക്ക് കൈമാറുമ്പോ ആ കൗൺസിൽ നടത്തുന്ന ഡോക്ടറുടെ മുമ്പിൽ വെച്ചുകൊണ്ട് മുസ്ലിം പെൺകുട്ടി പൊട്ടിക്കരയുകയാ. തങ്ങളെ മൊബൈലിലും പള്ളി പ്രസിഡന്റിന്റെ മൊബൈലിലും അതുപോലെ ന്യൂജറേഷനിലെ സെക്ടർ സെക്രട്ടറിയായിരുന്ന ഉന്നതമായ ബിരുദ പഠനത്തിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ബാദുഷാ എന്ന് പറയുന്ന മുസ്ലിം ചെറുപ്പക്കാരന് ആധുനിക ന്യൂ ജനറേഷൻ സംസ്കാരത്തിന്റെ കൂടെ കാതടപ്പിക്കുന്ന ഗാനമേളകളും ആർത്തിരമ്പുന്ന വൃത്തികേടുകളിലും ആടിത്തിമിർക്കുന്ന പ്രായത്തില് ആ ബാദുഷാ സാഹിത്യോത്സവിന്റെ സംഘാടക
സംഘാടകനാ, ആ ബാദിഷ SSFന്റെ പ്രബോധകനാ. ആ ബാദിഷ തന്റെ വീട്ടിൽ നിന്നൊരു ദിവസം ഇറങ്ങിപ്പോവുകയാ. എവിടേക്കാണ് ബാദിഷ കടന്നു പോകുന്നത്? കോഴിക്കോട് തൊട്ടടുത്ത് താമരശ്ശേരിയില് ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളുടെ നവോത്ഥാന പൈതൃകത്തിന്റെ ആഗോള വിസ്മയങ്ങളായ നോളേജ് സിറ്റിയിലോ ഒരു നല്ല സദുദ്യമം നടക്കുന്നു എന്ന് കേൾക്കുമ്പോ തന്റെ വീട്ടിൽ നിന്ന് ബാദിഷ പടിയിറങ്ങിപ്പോകുമ്പോ അവിചാരിതമോ വിധിവിധേയമോ അറിയില്ല, യാദൃശ്ചികമാണോ എന്നറിയില്ല, ബോധപൂർവമാണോ എന്നറിയില്ല, വീട്ടിൽ നിന്ന് ഉമ്മയോട് യാത്ര ചോദിക്കുമ്പോ ആ ബാദിഷ പറഞ്ഞുവത്രേ, ഞാനെങ്ങാനും ഇപ്പോൾ മരിച്ചുപോയാൽ മഹാനായ കാന്തപുരം ഉസ്താദ് അടക്കമുള്ള ഉസ്താദുമാരന്റെ ജനാസക്കരികിലെത്തുമല്ലോ ഉമ്മ. അവിചാരിതമായി യാദൃശികമായി തന്റെ മാതാവിനോട് യാത്ര ചോദിക്കുമ്പോ അതും പറഞ്ഞ് തന്റെ ബൈക്കിലേറിയ ബാദിഷാ എന്ന കൂട്ടുകാരന് ആ ബൈക്കും വിട്ട് നോളേജ് സിറ്റിയിലേക്ക് പോകുമ്പോ യാത്രയിടയിൽ എതിരെ വന്ന വാഹനവുമായി കൂട്ടിയിടിച്ച് ബാദിഷ ആക്സിഡന്റിൽപ്പെട്ട് റോട്ടിൽ പെടഞ്ഞു വീഴുമ്പോ ബാദിഷാ എന്ന SSFകാരന്റെ ശരീരത്തിൽ നിന്ന് രക്തത്തുള്ളികൾ തെറിച്ചു വീഴുന്ന റോട്ടില് ആ ബാദിഷാ സെക്ടറിലെ യൂണിറ്റുകളിൽ വിതരണം ചെയ്യാൻ വേണ്ടി സൂക്ഷിച്ചു വച്ചിട്ടുള്ള SSFന്റെ സൽക്കുറലും ആ രക്തത്തിന്റെ കൂടെ ചെതറിത്തെറിക്കുകയാണ്. ആ ബാദിഷാ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, ആ ചെറുപ്പക്കാരന്റെ ജനാസ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ ആ ജനാസയുടെ മുന്നിലേക്ക് ആ കുട്ടി ആഗ്രഹിച്ചതുപോലെ മഹാനായ കാന്തപുരം ഉസ്താദ് നിസ്കാരത്തിന് വരുമ്പോ ആ ഉമ്മ വീട്ടിൽ നിന്ന് ആശ്വസിച്ചതെന്താ? എന്റെ മോൻ ആഗ്രഹിച്ചതുപോലെ, എന്റെ മോൻ ചിന്തിച്ചതുപോലെ ലോകത്ത് ഇത്രത്തോളം തിരക്കുള്ള മറ്റൊരു ആലിമാരാ. ആ കാന്തപുരം ഉസ്താദ് തന്റെ ചെറിയ മകന്റെ ജനാസക്കരികിലെത്തി നിൽക്കുകയാ. വെള്ളവസ്ത്രധാരികളായ ആലിമീങ്ങളും സാദാത്തുക്കളും നിറഞ്ഞു നിൽക്കുന്ന ആത്മീയ അന്തരീക്ഷത്തിലാ ബാദിഷാ എന്ന് പറയുന്ന ചെറിയ കുട്ടിയുടെ ജനാസ വീട്ടിൽ നിന്നിറക്കിക്കൊണ്ടുപോകുന്നത്. ഞാൻ ഏതാനും കാലങ്ങൾക്ക് മുമ്പ് ആ വെള്ളിമാട് ബാദിഷയുടെ നാട്ടിൽ ഒരു മതപ്രഭാഷണത്തിന് പോകുമ്പോ അവിടുത്തെ പ്രവർത്തകന്മാര് പറയുകയാണ്, ആ ബാദിഷ വല്ലാതെ ബുർദയെ പ്രേമിച്ച കുട്ടിയാണ്. വൃത്തികെട്ട ആഭാസങ്ങൾ സംസ്കാരങ്ങളായി അടിച്ചേൽപ്പിക്കപ്പെടുന്ന പട്ടുറുമാലിന്റെ പുറമെ അതുപോലെ സിനിമാ പാട്ടുകളുടെ പിറകെ പോകുന്ന ന്യൂ ജനറേഷൻ തെരുവുകളിൽ നിന്ന് സാഹിത്യോത്സവങ്ങളിലൂടെ, സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ, ക്യാമ്പുകളിലൂടെ, സർക്കിളുകളിലൂടെ ഈ സംഘടന വാർത്തെടുക്കുന്ന തലമുറയാ ഞാൻ പറയുന്നത്. ആ ബാദിഷ ബുർദയുടെ പ്രേമിയാണ്. ആ ബാദിഷ മരിക്കുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്റെ വീടിന്റെ തൊട്ടടുത്തതാ ഒരു സ്റ്റേജ് കെട്ടുകയാണ്. ആ സ്റ്റേജ് കെട്ടിയിട്ട് ബാദിഷ പറഞ്ഞുവത്രേ, എല്ലാ മാസവും എന്റെ വീട്ടിൽ ഒരു ബുർദയുടെ മജ്ലിസ് ഒരുക്കണോ. ആ ഹാപ്പി ന്യൂ ഇയറിന്റെ തെരുവുകളിൽ മദ്യം കുടിച്ച് തെരുവുകളിൽ ആടിത്തിമിർത്ത സാമുദായിക മാപ്പിളമാരുടെ മുഖത്ത് വൈകൃതങ്ങൾ ഏൽപ്പിക്കുകയും ആഘാതങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഈ സമുദായത്തിലെ മാതാക്കളുടെ മാരിടത്തിൽ പിറന്ന മുസ്ലിം ചെറുപ്പക്കാരുടെ മുന്നില് എങ്ങനെയാ SSF തിരുത്തു പറയുന്നത്? ഈ സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്ന